ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഈസി കോഡ് ലേണർ. ഇന്ന് നമ്മൾ ഫിറ്റ്നസ് ട്രാക്കർ MVC വെബ് ആപ്ലിക്കേഷന്റെ പാർട്ട് 3 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെയുള്ള സെഷൻ ഫോളോ ചെയ്തവർക്ക് മനസ്സിലാവും. പാർട്ട് 2 ഞാൻ കുറച്ച് നാൾ മുൻപ് അപ്ലോഡ് ചെയ്തതാണ്. പിന്നീട് എനിക്ക് ടൈം കിട്ടിയില്ല. പിന്നെ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിന്റെ സോഴ്സ് കോഡ് പോയി. കാരണം നമ്മൾ ഗിറ്റ് ഒന്നും നേരത്തെ ഉപയോഗിച്ചില്ലായിരുന്നു. കാരണം ഗിറ്റ് ഉപയോഗിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ലാപ്ടോപ്പ് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പോയി കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഗിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടായിരുന്നു. നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് ഒന്നുകൂടെ നമ്മൾ എവിടെ വരെയാണോ ചെയ്തു വെച്ചത് അതുവരെ ഞാൻ ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് സോ ചെറിയ ചേഞ്ചസ് അവിടെ ഇവിടെയൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് UI ചേഞ്ചസ് ചെയ്യും. വിച്ച് മീൻസ് വ്യൂ പാർട്ടിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ആഡിങ് ഇമേജസ് അങ്ങനെ കാറ്റഗറിയിലേക്ക് കാറ്റഗറി കൺട്രോളറിൽ പിന്നെ വർക്കൗട്ട് കൺട്രോളർ, വർക്കൗട്ട് ലോഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും. സോ എന്തൊക്കെയാണ് ഞാൻ ചേഞ്ചസ് ചെയ്തതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ബിഗിൻ. സോ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ. ഓക്കെ ഓക്കെ ഇതുവരെയായിരുന്നു നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്, ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താൻ തൊട്ട്. സോ ഫസ്റ്റ് നമുക്ക് ഇതിനൊരു തീം തന്നെ ചേഞ്ച് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് ബൂട്ട്സ് വാച്ച് bootswatch.com എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് bootswatch.com നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. സോ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് മുന്നിലുണ്ടാവുക. സോ ബൂട്ട്സ് വാച്ച് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇറ്റ്സ് എ ഫ്രീ ഓപ്പൺ സോഴ്സ് തീം ഫോർ ബൂട്ട്സ്ട്രാപ്പ്. ഓക്കെ, നമ്മൾ നമ്മുടെ വെബ്സൈറ്റ്സ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ HTML, CSS, ബൂട്ട്സ്ട്രാപ്പ് എന്നിവയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. സോ ഈ ബൂട്ട്സ് വാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് തീം ഫോർ ബൂട്ട്സ്ട്രാപ്പ് ആണ്. സോ ബൂട്ട്സ്ട്രാപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് തീമിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ആണ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയിട്ടുള്ളതും പിന്നെ നമ്മൾ പെയ്ഡ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതും ഉള്ള തീംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഈ ഒരു വെബ്സൈറ്റിൽ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു തീം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. സോ ഞാൻ എനിക്ക് ഈ ലെക്സ് എന്ന് പറയുന്ന ഈ ഒരു തീം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ bootstrap.css ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അത് ഡൗൺലോഡ്. ഓക്കെ, സോ ഞാനിവിടെ ഓക്കെ സോ ഞാൻ ഇവിടെയാണ് ബൂട്ട്സ്ട്രാപ്പ് സേവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. സോ ഇതാണ് എൻ്റെ bootstrap.css. സോ ഇത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. Ctrl+C ഞെക്കുന്നു. Ctrl+C ഞെക്കിയതിനു ശേഷം നമ്മൾ bootstrap.css ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈ www റൂട്ടിന്റെ അണ്ടറിൽ CSS സോറി ലൈബ്രറീസിന്റെ അണ്ടറിൽ bootstrap CSS ഈ bootstrap.css. ഓക്കെ, ലെറ്റ്സ് ഡു വൺ തിങ്. bootstrap.css ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് കൺട്രോൾ A അടിച്ചു. എല്ലാം സെലക്ട് ചെയ്യും. എന്നിട്ട് കൺട്രോൾ സി ഞെക്കിയതിനു ശേഷം ഓക്കെ, ഇതാണ് നമ്മുടെ കറന്റ്ലി ഉള്ള bootstrap.css അല്ലേ. ഇത് നമ്മൾ Ctrl+A ഞെക്കുന്നു, ഡിലീറ്റ് അടിക്കുന്നു, Ctrl+Save ഞെക്കുന്നു. എന്നിട്ട് നേരത്തെ നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തേക്കുന്നത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. Ctrl+V അടിക്കുന്നു. ഓക്കെ, സോ ഓക്കെ, നമ്മൾ ഇന്ന് 2 തവണ സേവ് ചെയ്തു. ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ ഒന്ന് സേവ് ചെയ്യാം,
അതിനുശേഷം നമുക്കൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബിൽഡ് സൊല്യൂഷൻ അടിക്കുക, അല്ലെങ്കിൽ Ctrl+Shift+B ഞെക്കുക. സോ ബിൽഡ് സൊല്യൂഷൻ അടിച്ചു. സോ ബിൽഡ് സക്സീഡ് ആവുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ബിൽഡ് സ്റ്റാർട്ടഡ് എന്നാണ്. സോ ബിൽഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബിൽഡ് സക്സീഡ് ആവുന്നവർ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് റൺ ചെയ്ത് നോക്കുക. നമുക്ക് മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഷെയർഡിൽ ലേഔട്ടിൽ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് .css എന്നാക്കുക. ഇവിടെ ബൂട്ട്സ്ട്രാപ്പ് മിന്നായിരുന്നു ഉണ്ടായിരുന്നത്, അത് നമ്മൾ മാറ്റി bootstrap.css ആക്കുന്നു. ഓക്കെ, അതിനുശേഷം റൺ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ തീം ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കാറ്റഗറി നിൽക്കുക, കാറ്റഗറി സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇപ്പൊ തന്നെ നല്ല ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ UI വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. സോ നമുക്ക് നമ്മുടെ ലേഔട്ട് എടുക്കുക. ലേഔട്ടിൽ ഇത് നമുക്ക് ഇവിടെ വേണ്ട ഫിറ്റ്നസ് ട്രാക്കർ .web എന്നുള്ളത്. സോ അതിന് പകരം ഫിറ്റ്നസ് ട്രാക്കർ മാത്രം മതി അല്ലേ? സ്പേസ് ജസ്റ്റ് ഇവിടെ തന്നെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി അത് വർക്കാണ്. ഓക്കെ, നമുക്കിവിടെ ഫിറ്റ്നസ് ട്രാക്കർ ആയിട്ടുണ്ട്. സോ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് ഈ പ്രൈവസി ഒക്കെ എടുത്ത് മാറ്റാം. ഇവിടെ ഈ പ്രൈവസി നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെക്കാം. എനിക്കത് വേണ്ടാന്ന് തോന്നുന്നു, എനിക്കത് വേണ്ട. സോ ഫിറ്റ്നസ് ട്രാക്കർ മാത്രം മതി എനിക്കിപ്പോ. ഓക്കെ, സോ ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മസിൽ ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ വർക്കൗട്ട് കാണണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അല്ലെ? സോ അതിനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ മസിൽ ഗ്രൂപ്പ്സിന് ഓരോ ഇമേജസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഓൾറെഡി ഞാനൊരു 7 ഇമേജസ് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഇമേജസ് നമ്മുടെ പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ആഡ് ചെയ്യാം കേട്ടോ. സോ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് Ctrl+C, ഞാൻ അത് ഓൾറെഡി സെലക്ട് ചെയ്തു. ഞാൻ ഇനി ഇവിടെ ഇമേജസ് ആഡ് ചെയ്യാൻ പോവാണ്. സോ ഈ www റൂട്ടിന്റെ അണ്ടറിൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി CSS JS ഫോൾഡർ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഇമേജസ് ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ഫോൾഡർ ഇമേജസ്. ഓക്കെ, ഈ ഇമേജസ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ, ഓൾറെഡി ഇമേജസിലാണുള്ളത് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സോ Ctrl+V അടിക്കുക. സോ അതിന്റെ അണ്ടറിൽ ഓൾറെഡി ഇതൊക്കെ പേസ്റ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് 7 മസിൽസ് ഉണ്ട്. 1 2 3 4 5 6 7. ഓക്കെ, സെവൻ ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ഇൻഡെക്സിൽ വരുത്താം അല്ലെ? സോ ഇൻഡെക്സിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചേഞ്ചസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതില് നിങ്ങൾ വേണേൽ ഒന്ന് കാറ്റഗറി ഒന്ന് നോക്കുക, നിങ്ങളുടെ കാറ്റഗറി ഇതുപോലെ തന്നെയാണോ എന്നുള്ളത്. സോ നേരത്തെ ഉള്ള ചില ചേഞ്ചസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഓക്കെ, സോ ഈ ഒരു പബ്ലിക് ലിസ്റ്റ് വർക്ക്ഔട്ട് എന്ന് പറയുന്നത് നേരത്തെ ഇല്ലായിരുന്നു, നമ്മൾ ഇവിടെ ആഡ് ചെയ്തേക്കുവാണ്. നേവിഗേഷൻ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ്. സോ ഇനിയുള്ളത് പബ്ലിക് സ്ട്രിംഗ് ഇമേജ് URL, ഈ ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്യുക. പബ്ലിക് സ്ട്രിംഗ് ഇമേജ് URL, ഈ ഇമേജ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ഇമേജസ് നമ്മുടെ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇൻഡെക്സിൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റിലേക്ക് പോവാം. ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റിൽ നമുക്ക് നമ്മുടെ ഇമേജ് URL ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇമേജ് URL സോറി ഇംഗ്ലീഷ്
slash just. Okay, just like EMC. ബൈസെപ്സിന്. ഓക്കെ, സോറി. ഇമേജ് URL ഇതുപോലെ തന്നെ താഴെ പേസ്റ്റ് ചെയ്യുക. ബൈസെപ്പ് ഇതുമായിട്ട് മാച്ച് ചെയ്യണം. ട്രൈസെപ്സിന്റെ ട്രൈസെപ്പ്. ഓക്കെ, നെക്ക്. ഓക്കെ, നമ്മളിത് ഓൾറെഡി ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇമേജസ് ഓൾറെഡി ആഡ് ചെയ്തു. ഇനി ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ DB കോണ്ടെക്സ്റ്റ് നമ്മൾ മൈഗ്രേഷൻ ചെയ്യണം. മൈഗ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ചേഞ്ചസ് ഞാൻ ആഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഉള്ള ആപ്പ് സെറ്റിംഗ്സ് .json നമ്മുടെ ഇത് ഫിറ്റ്നസ് ട്രാക്കർ DB എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇപ്പോൾ ഞാനിവിടെ ഫിറ്റ്നസ് DB, നിങ്ങൾ ഫിറ്റ്നസ് ട്രാക്കർ DB തന്നെ യൂസ് ചെയ്തു പോകും. ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. അതിൽ വലിയ വ്യത്യാസം വേറെ ഒന്നും നമ്മളെ അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. സോ ഇവിടെ നമ്മൾ ആഡ് മൈഗ്രേഷൻ, ആഡ് ഇമേജ് URL ടു DB. ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം നിങ്ങൾക്ക് കൊടുക്കാം. സോ ഞാനിവിടെ കൊടുക്കുകയാണ് ആഡ് ഇമേജ് URL ടു DB. ഓക്കെ, ഞാനത് ബിൽഡ് സ്റ്റാർട്ടഡ് ആക്കിയിട്ടുണ്ട്. എൻ്റർ അടിച്ചു. ബിൽഡ് സക്സീഡ് എന്നാണ് കാണിക്കുന്നത്. സോ ഓക്കെ, ഇനി നമുക്ക് അപ്ഡേറ്റ് ഡാറ്റാബേസ്. എൻ്റർ അടിച്ചു. ഓക്കെ, വാല്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വ്യൂ കാറ്റഗറി ഇൻഡെക്സിലേക്ക് പോവാം. ഇവിടെ നമുക്ക് കുറച്ച് ചേഞ്ചസ് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ടേബിൾ ഒക്കെ ഒന്ന് മാറ്റി നമുക്ക് നമ്മുടെ പിക്ചർ വരുന്ന രീതിയിൽ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ടേബിളൊക്കെ നമുക്ക് പറയാം. ടേബിൾ വേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓക്കെ, നമുക്ക് ഇത് ക്ലാസ് ബോട്ടം ഇനി നമുക്ക് നമ്മുടെ ഫോറിൽ അടിക്കുക. കീബോർഡ് കളയാം. ഓക്കെ, സോ ഈ PB എന്നുള്ള നമ്മൾ ബൂട്ട് സ്റ്റാപ്പിൽ ഉപയോഗിക്കുന്നത് പാഡിംഗ് ബോട്ടം. നിങ്ങൾ സീസസ് ഒക്കെ ചെയ്തിട്ട് മനസ്സിലാവും. പാഡിംഗ് കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ബോട്ടം സൈഡ്. സോ PB നമ്മൾ ബൂട്ട് സ്റ്റാപ്പിൽ ഉപയോഗിക്കുന്നതാണ് ഷോർട്ടായിട്ട് പാഡിംഗ് PB നിന്ന് പാഡിംഗ് ബോട്ടത്തിൽ നിന്ന്. സോ ഫോർ റീച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഓക്കെ ഈ TRTD ഒന്നും വേണം നമുക്ക്. പകരം ഒരു ഡിവ് ഒന്ന് ഇട്ട് കൊടുക്കാം. സോറി, അതിന് മുന്നേ സോ div class column large എന്നാണ് column medium or PR അതാണ് സ്ക്രീൻ വേരിയേഷൻ അനുസരിച്ച് എത്ര സൈസ് എടുക്കണമെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതാണ്. മാർജിൻ ബോട്ടം ഓക്കെ, സോ ഇത്ര എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്
ഇത് ക്ലാസ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഇമേജ് എഴുതിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കാർഡ്, ബോർഡർ, ഇത് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഉം, ഞാൻ ജസ്റ്റ് സ്റ്റൈലും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് പിന്നീട് ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഈ ഇതെല്ലാം കൊണ്ട് നമുക്ക് CSS ആഡ് ചെയ്യുന്നതായിരിക്കും, ഐഡിയ കൊടുത്തിട്ട്. സോ ഇപ്പൊ ഞാനിവിടെ ചെയ്യാണ്. വിഡ്ത്ത് 400 പിക്സൽ. ഇനി നമുക്ക് നമ്മുടെ ഇമേജ് ടാഗ് SRC equal to at, oh sorry, at item dot image URL. ഇവിടെ ഞാനൊരു എക്സ്ട്രാ ഇൻലൈൻ സ്റ്റൈൽ ആഡ് ചെയ്യാണ്. സ്റ്റൈൽ ഹൈറ്റ്, ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ മസ്റ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യണം. ഡിസ്പ്ലേ ഓർഡർ നമുക്ക് വേണ്ട. നെക്സ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ക്ലാസ്, സോറി, ക്ലാസ് കാർഡ്, കാർഡ് ഫോട്ടർ, ഓക്കെ. സോറി, ഇവിടെ ഓക്കെ. സോ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ ഇമേജ് URL വിത്ത് മസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കണം വരേണ്ടത്. നോക്കാം. ഓക്കെ. സോ ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. സോ നമ്മളിവിടെ നമ്മളുടെ ഇമേജസ് ആഡ് ചെയ്തു. ജസ്റ്റ് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തിട്ട് ഞാൻ അപ്പോൾ ക്ലിക്ക് ചെയ്യുന്നതിന്റെ ചേഞ്ചസ് കാണിച്ചത്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാറുള്ളത്. ഓക്കെ. സോ റൈറ്റ് നൗ ഇപ്പൊ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. ഇന്ന് നമുക്ക് ഈ മസിൽ ഗ്രൂപ്പിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വർക്ക്ഔട്ട് വേരിയേഷൻസ് നമുക്ക് അവിടെ കാണണം. ഓക്കെ. ഓക്കെ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നേരത്തെ ഫോളോ ചെയ്തവരാണെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യുക ഇത് നെയിം തന്നെയാണെന്ന്. ഞാൻ ചില ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പബ്ലിക് സ്ട്രിംഗ് ടൈപ്പ് ആയിരുന്നു നേരത്തെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത് ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് നെയിം തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഡ്യൂറേഷൻ, ഡേറ്റ് ടൈം ഒക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് വർക്ക്ഔട്ട് ലോഗ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യും. സോ ഇവിടെയും പബ്ലിക് ലിസ്റ്റ് വർക്ക്ഔട്ട് ലോഗ് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് മുന്നേ നമുക്ക് വർക്ക്ഔട്ട് ലോഗ് എന്ന് പറയുന്ന ക്ലാസ്സസ് ആഡ് ചെയ്യണം. ക്ലാസ് ആഡ് ചെയ്യണം. സോ ക്ലാസ് വർക്ക്ഔട്ട് ലോഗ്. സോ ആഡ് ചെയ്ത ശേഷം പബ്ലിക് ആക്കുക. ക്ലാസ് വർക്ക്ഔട്ട് ലോഗ് വർക്ക്ഔട്ടിൽ നമ്മൾ
ഓക്കെ. സോ നമുക്ക് വർക്കൗട്ട് ലോഗിൽ നമുക്ക് ചേഞ്ച് സോറി പുതിയ ഇത് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഐ ഡി വേണം വർക്കൗട്ട് ലോഗിൽ. ഇനി നമുക്ക് വർക്കൗട്ട് ഐ ഡി ഇതാണ് ഇതിന്റെ ഫോറിൻ കീ. ഇനി പബ്ലിക് വർക്കൗട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നേവിഗേഷന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ വർക്കൗട്ട് ഐ ഡി നമ്മൾ ഉപയോഗിക്കുന്നത് നേവിഗേഷന് വേണ്ടിയിട്ടാണ്. സോറി, വർക്കൗട്ട് ഉപയോഗിക്കുന്നത് ഇത് നേവിഗേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പബ്ലിക് സെറ്റും റെപ്പും സെക്കൻഡ്സ് ഒക്കെ കൊടുക്കാം. പബ്ലിക്കിന്റെ സെറ്റ്സ് പബ്ലിക് ഡേറ്റയും ഡേറ്റും. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഐ ഡി കോൺടാക്ട് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഓക്കെ. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് പബ്ലിക് DB set records വേണം. ഇവിടെ മോഡൽ വേണ്ട ഡോട്ട് എൻറ്റിറ്റി വർക്കൗട്ട് ഡോട്ട് ഡേറ്റ. ഇവിടെ നമ്മൾ നമ്മുടെ ഡേറ്റ സീരീ നമ്പറാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എക്സസൈസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 2-3 എക്സസൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് നേരത്തെ ഫോളോ ചെയ്തൊക്കെ മനസ്സിലാവും. നമ്മളിവിടെ ന്യൂ വർക്കൗട്ട് കൊടുത്തു. സോ ന്യൂ വർക്കൗട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ID1 നമ്മൾ ID കൊടുക്കുക. ഈ ID എപ്പോഴും യുണീക്ക് ആയിരിക്കണം. സോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ID 1 2 3 4 ഇതെല്ലാം 11 to യുണീക്ക് ആണ്. സോ പിന്നെ ഉള്ളത് നെയിം നമ്മൾ ഡിഫറെന്റ് എക്സസൈസ്. സോ കാറ്റഗറി ID1 എന്ന് പറയുന്നത് ചെസ്റ്റ് ആണ് അല്ലെ. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് പോകുക. കാറ്റഗറി ID1 ഈ 1 ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോ ഇത് ചെസ്റ്റ് ആണ്. സോ കാറ്റഗറി ID1 ചെസ്റ്റിന്റെ എക്സസൈസ്, ബെഞ്ച് പ്രസ്, ഇൻക്ലൈൻ ഡംബൽ പ്രസ്, അങ്ങനെ ഓരോരോ എക്സസൈസ്. സോ പിന്നെ കാറ്റഗറി ID2 ഈ മുകളിലുള്ള ഈ ID തന്നെ ആയിരിക്കണം. ID7 വരെ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. വേറെ ഒന്നും വന്നു കഴിഞ്ഞാൽ അത് എറർ ആയിരിക്കും. സോ അല്ലാത്തത് എല്ലാം ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇവിടെ നമ്മൾ വർക്കൗട്ട് ആഡ് ചെയ്തു, CD ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടവരൊന്ന് ഇത് തന്നെ വേണമെന്നുള്ളവര് ജസ്റ്റ് ഒന്ന് നോക്കുക. സോ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഇത്രയും വാല്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പാക്കേജ് മാനേജർ കൺസോൾ എടുത്തു. ആഡ് മൈഗ്രേഷൻ, ആഡ് വർക്കൗട്ട് ടു ബിൽഡ് സക്സീഡ് ആയിട്ടുണ്ട്. ഇനി അപ്ഡേറ്റ് സക്സീഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ഡാറ്റാബേസ്. ഓക്കെ, അതും ബിൽഡ് സക്സീഡ് എന്നാണ് കാണുന്നത്. സോ വാല്യൂസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാറ്റഗറി ഇൻഡെക്സിൽ നമുക്ക് ചെറിയൊരു ചേഞ്ച് ചെയ്യണം.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് ലിങ്ക് കൊടുക്കണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ന്യൂ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് ഒരു എസ് പി സോറി, അതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒരു കൺട്രോളർ കൂടെ ആഡ് ചെയ്യണം, വർക്കൗട്ട് കൺട്രോളർ. ഓക്കെ, വർക്കൗട്ട് കൺട്രോളർ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇവിടെ ഇൻഡെക്സിൽ ചേഞ്ച് ചെയ്യാം. എസ് പി കൺട്രോളർ വർക്കൗട്ട് എസ് പി ആക്ഷൻ ഇൻഡെക്സ് എസ് പി category ID is equal to item dot ID. ഓക്കെ, ഈ ഐഡി നമ്മൾ പാസ് ചെയ്യാൻ പോവാണ് റൂട്ടായിട്ട്. സോ ഈ എ നമുക്ക് ഈ ഡിബിന്റെ താഴെ കൺട്രോൾ. സോ ഇത്രയും കാര്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ നമ്മൾ പാസ് ചെയ്തു. സോ ഇനി നമുക്ക് നമ്മുടെ വർക്കൗട്ട് കൺട്രോളർ ആഡ് ചെയ്യാം. സോ വർക്കൗട്ട് കൺട്രോളറിലേക്ക് പോയി ഇനി നമുക്ക് ഇവിടെ ചേഞ്ചസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് read only the application db context db. നേരത്തെ നമ്മൾ കാറ്റഗറി കൺട്രോളർ ചെയ്ത അതുപോലെ തന്നെ CTOR കൺസ്ട്രക്ടറിന് ആപ്ലിക്കേഷൻ db context db is equal to db. ഓക്കെ, സോ ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് HTTP ഗെറ്റ് ഇട്ട് കൊടുക്കാം. സിൻസ് നമ്മൾ ഇത് ഫെച്ച് ചെയ്യുമായതുകൊണ്ട് ഡാറ്റ ഫെച്ച് ചെയ്യുകയാണ്, നമ്മൾ HTTP ഗെറ്റ് ഇട്ട് കൊടുത്തു. സോ ഇവിടെ നമ്മൾ ഒരു കാറ്റഗറി ID എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻറ്റ് കാറ്റഗറി ID. ഇനി നമുക്ക് ഇവിടെയാണ് നമുക്ക് ചെയ്യുന്നത് ഇൻക്ലൂഡ് കാറ്റഗറി ടു ഷോ മീ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട്സ് ഈക്വൽ ടു db ഡോട്ട് വർക്കൗട്ട്സ് എന്നുള്ള ടേബിൾ നെയിം ആണ് വരുന്നത്. എന്നിട്ട് നമ്മളിവിടെ ലാംഡ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേറിന്റെ അകത്ത് ഡബ്ല്യു ഏത് ഇടാൻ കേട്ടോ, ഞാൻ ഡബ്ല്യു എടുക്കുന്നേ ഉള്ളൂ. ഡബ്ല്യു ടെൻസ് ടു ഡബ്ല്യു ഡോട്ട് കാറ്റഗറി ID ഈക്വൽ ആണോ നോക്കും. ഓക്കെ, ഈക്വൽ ടു അതായത് ഈ കിട്ടിയ ID ഇവിടെ ഉള്ളതും തമ്മിൽ മാച്ച് ആണോ നോക്കുവാണ്. സോ കാറ്റഗറി ID ഡോട്ട് ഇൻക്ലൂഡ് w tends to w dot കാറ്റഗറി നെയിം വരാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് നോട്ടിസ്റ്റ്. ഓക്കെ, സോ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ ഇട്ട് കൊടുക്കാം, രണ്ട് കണ്ടീഷൻ ഇട്ട് കൊടുക്കാം. ഇഫ് വർക്കൗട്ട്സ് ഡോട്ട് എനി വർക്കൗട്ട് ന്യൂ ബാഗ് കൊടുക്കുക. നമ്മൾ വ്യൂവിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. b dot categories dot
else pubag.muscle group. Clear, clear, workouts dot plus dot category dot muscle group. Okay, return view workouts. So ഇത്രയായി. ഇനി നമുക്ക് ഇവിടെ ഇൻഡെക്സ് ഒന്ന് ആഡ് ചെയ്യാം. ആഡ് വ്യൂ. ഓക്കെ, സോ ഇത്രയായ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വർക്കൗട്ട്സിന്റെ ജസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് അറ്റ് മോഡൽ മോഡൽ ലിസ്റ്റിന് വേറെ ഉപയോഗിക്കുന്നതാണ്. വർക്കൗട്ട് ഒരു അപ്പൻ തോന്നിട്ടില്ല, അതിന് വരുമ്പോൾ അർത്ഥമാവും. അതിനുശേഷം h2 ഇവിടെ നമുക്ക് നമ്മുടെ വ്യൂ ബാഗ് ഉപയോഗിക്കാം. അറ്റ് വ്യൂ ബാഗ് ഡോട്ട് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുമായിട്ട് കറക്റ്റ് ആണോ എന്ന് ചെയ്യുന്നത്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് വർക്കാവില്ല. ഓക്കെ, വ്യൂ ബാഗ് ഡോട്ട് മസിൽ ടു. സോ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. വർക്കൗട്ട്സ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു div ക്ലാസ് ഇട്ട് കൊടുക്കാം. div ക്ലാസ് വർക്കൗട്ട്സ് എന്നിട്ട് അതിൻ്റെ അകത്ത് മറ്റ് ഫോറീസ് സോറി വർക്കൗട്ട് ഇൻ മോഡൽ എന്നിട്ട് നമുക്ക് ഒരു അതിൽ ഡോട്ട് ലിങ്ക് ഇവിടെ നമുക്ക് ASP വേണ്ട. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വർക്കൗട്ട് ലോഗും കൂടെ ആഡ് ചെയ്യാം. സോ ഈ ഒരു സെഷനിൽ വർക്കൗട്ട് ഡോട്ട് നെയിം കൂടെ നമുക്കിവിടെ കൊടുത്ത് ഇവിടെ ജസ്റ്റ് നമുക്കിവിടെ ASP ഓക്കെ ASP കൺട്രോളറെല്ലാം നമ്മൾ പിന്നീട് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് നമുക്ക് നമ്മുടെ വർക്കൗട്ട് നെയിം മാത്രം ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം എല്ലാമായി. സോ ജസ്റ്റ് നമ്മൾ റൺ ചെയ്യുന്നു, കൺട്രോൾ സേവ് അടിക്കുന്നു, ബിൽഡ് ചെയ്യേണ്ടവർക്ക് ബിൽഡ് ചെയ്യാം. സോ ഓട്ടോമാറ്റിക്കലി അതൊരു ബിൽഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും യൂഷ്വലി നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്തിട്ടാണ് റൺ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഓക്കെ നമുക്ക് കാറ്റഗറി കിട്ടി. കാറ്റഗറി ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് സോ നമുക്ക് ഇഷ്ടമുള്ള ഏതൊരാൾക്കും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ബൈസെപ്സ് നോക്കി ബൈസെപ്സ് ക്ലിക്ക് ചെയ്തു. സോ ബൈസെപ്പ് വർക്കൗട്ട്, ബൈസെപ്പ് കേള്, ഹാമർ കേള്, കോൺസെൻട്രേഷൻ കേള്. സോ ഈ ഒരു 3 വർക്കൗട്ടാണ് ഇതിനകത്തുള്ളത്. സോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസെപ്പ് കേളിന് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ വർക്കൗട്ട് ലോങ് കൂടെ ആഡ് ചെയ്യും. സോ അവിടെയാണ് നമ്മൾ സെറ്റ്സ് എത്രയാണ്, കപ്പ് എത്രയാണ് ഫിൽ ചെയ്യേണ്ടത്, അങ്ങനെ അങ്ങനെ വരുന്നത്. സോ ഇവിടെ ബൈസെപ്പ് കേളിൽ കഴിയുമ്പോൾ അങ്ങനെ പോകും. ഓക്കെ, സോ നമുക്ക് ഓർണോട് ചെക്ക് ചെയ്യാം. ഷോൾഡർ, സോ ഷോൾഡർ പ്രസ്, ലാറ്ററൽ റേസ്, ഫ്രണ്ട് റേസ്. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത്. സോ ഓരോ മസിൽ ഗ്രൂപ്പ് ചേർക്കുമ്പോൾ ഓരോ എക്സസൈസ്. ഓക്കെ ഓക്കെ സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ UI കുറച്ചുകൂടെ ബെറ്റർ ആക്കി ബൂട്ട്സ് വാച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന്റെ തീം ചേഞ്ച് ചെയ്തു. തീം ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഇമേജ് ആഡ് ചെയ്തു. ഇമേജ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് കണക്ഷൻ കൊടുത്തു. അതായത് ഇന്ന വർക്കൗട്ടിലേക്ക് പോകണം, അതായത് നമുക്ക് ഈ ഒരു മസിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ അകത്തുള്ള എക്സസൈസ് ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് യൂസറിന് കാണിക്കത്തക്ക രീതിയിലാണ് നമുക്കിന്ന്
ഇന്ന് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ വർക്കൗട്ട് ലോഗ് അതിന്റെ എത്ര സെറ്റ്സ് എത്ര റെപ്സ് ഫില്ല് ചെയ്യേണ്ടത്, അതായത് ഒരു ക്രെഡ് പോലെ. സോ അതായിരിക്കും നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ചെയ്യുക. സോ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. സോ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.